ഈ ശാസ്ത്രങ്ങളെല്ലാം വരുന്ന നാട്ടിൽ നിന്നാണ്. ഈ ശാസ്ത്രങ്ങളെല്ലാം യുദ്ധം സ്വാഭാവികമാണ്. പക്ഷെ ഈ ശാസ്ത്രങ്ങളെല്ലാം വരുന്ന നാട്ടിൽ നിന്നാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത്. 4 കോടി ജനങ്ങളെ കൊന്നു. 4 കോടി ജനങ്ങളെ കൊന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ. 12 കോടി ജനങ്ങളെ കൊന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ. നിങ്ങളത് ചിന്തിച്ചു നോക്ക്. എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. യുദ്ധം സ്വാഭാവികമായി ഉണ്ടാവും. പക്ഷെ നഷ്ടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ജനതയും അധ്വാനിക്കുക. നഷ്ടം മനുഷ്യന്റെ മനസ്സിനെ മാറ്റും. ഹൈന്ദവ വേദമനുസരിച്ച് കുരുക്ഷേത്ര യുദ്ധമുണ്ടായി. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ പഞ്ചപാണ്ഡവന്മാർക്ക് അധികാരം കിട്ടണം. അധികാരം കിട്ടി. പക്ഷെ അവർ അധികാര കസേരയിൽ ഇരുന്നില്ല. അവർക്ക് ശത്രുപക്ഷത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ആ മരണമോർത്ത് വ്യഥയായി. പിന്നെ അവർ കാട്ടിലേക്ക് പോയി. ഈ പാല് ചായയും കൊണ്ടുവന്ന് അഷ്റഫ് ഇവിടെ വെച്ച ഉടനെ ഞാൻ അഷ്റഫിനോട് ചോദിച്ചത്, പാൽ ഒറിജിനലാണോ? ഈ ചോദ്യം തുടങ്ങിയത് 10, 15, 20 കൊല്ലത്തിന് പുറല്ലേ? 15 അല്ലേ? പണ്ടത്തെ കാലത്ത് ഒരാൾ ചായ കൊണ്ടുവന്നാൽ അത് പാലാണോ സംശയിക്കൂ? ഇല്ല, പാലന്നെ. ഒന്നൊരിക്കല് പശു അല്ലെങ്കിൽ എരുമ. അപൂർവമായി ആട്ടും പാലും ചിലപ്പോൾ ഒഴിച്ചേക്കാം. അല്ലേ? പറയും അതൊക്കെ ആരോഗ്യദായകവുമാണ്. അപ്പൊ ഈ ചായ ഞാൻ കുടിക്കുന്നു, അപ്പോഴത്തെ എനിക്ക് അസ്വസ്ഥത. എന്ത്? കൃത്രിമ പാലാണ്. കൃത്രിമ പാല് ക്യാൻസർ ഉണ്ടാക്കുന്ന കേൾക്കണത്. ഞാൻ ഇപ്പം കൈ കിടക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങിയാണോ പണ്ടൊരാൾ. ഞാൻ എൻ്റെ കൈ കിടക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ക്യാൻസർ വാങ്ങുന്നത്. ഓ, വേണ്ടിയിരുന്നില്ല. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? ആധുനിക ശാസ്ത്രത്തിൽ നിന്ന് കിട്ടി. മനുഷ്യനെ എങ്ങനെ പാലല്ലാത്തതിനെ പാലാക്കി പറ്റിക്കാമെന്ന് നീ ആധുനിക ശാസ്ത്രം വളർന്നപ്പോൾ പഠിച്ചു. പണ്ടൊരു മനുഷ്യൻ അങ്ങനെ ചെയ്തിട്ടില്ല. അസ്വസ്ഥതയില്ല. വെള്ളത്തിനെ പറ്റി പിന്നെ എന്ത് മിനറൽ കുപ്പിവെള്ളമാണോ? കുപ്പിവെള്ളമാണെങ്കിൽ എന്താണ്? അത് വെയിലത്ത് കിടന്നാൽ രാസപ്രവർത്തനം നടക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് ഈ പീഡിയക്കാരൻ ഒരു കുപ്പി വെള്ളം എടുത്തത് അയാളെ ഫ്രിഡ്ജിൽ നിന്നാണ്. ശരി, അപ്പൊ നിങ്ങൾ സന്തോഷിക്കണ്ട. എന്തുകൊണ്ട്? ഈ കുപ്പിവെള്ളം ചിലപ്പോൾ കമ്പനിയിൽ പുതിയ പ്രൊഡക്ഷൻ വന്നു, മാർക്കറ്റിലേക്ക് സാധനം പോയിട്ടില്ല. അപ്പോൾ 4 ദിവസം ഇത് എവിടെ ഇട്ടിട്ടുണ്ടാവും? ഗോഡൌണിന് പുറത്തിറക്കി വെച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലുകൊണ്ടിട്ടാണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. അപ്പൊ ആൾറെഡി എന്തായി? കുട്ടി, ആൾറെഡി എന്തായി? പഴയകാലത്ത് ഏതൊരുത്തന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഹിന്ദു ആകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യാനിയാകാം, മതമുള്ളവനാ മതമില്ലാത്തവനാകാം, ഒരു മുറിക്ക് വെള്ളം തരും. ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇതുകൊണ്ട് വല്ല കേടുണ്ടാവും? ആരെ വെള്ളം ശുദ്ധമുള്ളത്? ആധുനികത കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? നഷ്ടമില്ലാതെ. തല കൊടുത്ത് ചിന്തിക്കണം. നഷ്ടം മാത്രം. അപ്പൊ ഇതിലൊക്കെ കച്ചവടങ്ങളുണ്ട്. എന്തിനാ കച്ചവടം ചെയ്തത്? പണത്തിന് വേണ്ടി. പണത്തിന് എന്തിനാണ്? ഭക്ഷണത്തിന് വേണ്ടി. പഴയകാലത്ത് ഈ കച്ചവടം ഒന്നും ഇല്ലാതെ തന്നെ ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോയി. സ്വസ്ഥതയും സന്തോഷവും. അല്ലേ? നിങ്ങൾ പറയേ, വളരെ ചിന്തിക്കുക. ഒന്നുമില്ല. ഒന്നുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ആൽക്കമിസ്റ്റിൽ ഫാത്തിമ എന്ന പെൺകുട്ടി സാന്റിയാഗോ എന്ന ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ കണ്ടെത്തിയപ്പോൾ ഇയാൾക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. അയാള് ജീസയിലേക്ക് ജീസയിലേക്ക് അയാള് നിധി തേടി പോവുക. അപ്പോഴാണ് ഈ പെൺകുട്ടിയെ കണ്ടുപിട്ടി. അപ്പോൾ ഇയാൾക്ക് ഇവിടെ കല്യാണം കഴിച്ച് പാർക്കണം. അപ്പോൾ ഇയാൾ പറയാ, എനിക്ക് പോകാൻ ഇഷ്ടമില്ല, എനിക്ക് നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് മനുഷ്യനാണ്? നിങ്ങൾ ലക്ഷ്യത്തിന് പുറപ്പെട്ടല്ലേ?
ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകണം. ഞങ്ങൾ മരുഭൂമിയിലെ പെണ്ണുങ്ങൾ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ കൺമറയുന്നത് വരെ പിന്നിലേക്ക് നോക്കി നിൽക്കും. പിന്നെ ഞങ്ങളത് മറക്കും. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ വ്യാപൃതരാകും. അയാൾ പിന്നെ വരാതിരിക്കാം. അത്രയേ ഉള്ളൂ. അതിന് വലിയ അസ്വസ്ഥതയില്ല. ഇന്ന് മരുഭൂമിയിൽ അങ്ങനത്തെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാവും. എന്തുകൊണ്ട്? രണ്ടാളയിൽ മൊബൈൽ ഉണ്ടാവും. നിങ്ങളെവിടെ എത്തി? മനസ്സിലാണ് പറഞ്ഞത്. ചിന്തിക്കുന്നത്. അപ്പൊ ആധുനികത മനുഷ്യന് കൊണ്ടുവന്നത് നഷ്ടങ്ങൾ മാത്രമാണ്. പുതിയ വിദ്യാഭ്യാസങ്ങൾ മനുഷ്യനൊരറിവും നൽകിയില്ല. ഒരാത്മസ്പർശിയായ ഒരറിവുമില്ല. ഒന്നുമില്ല. ഒരാത്മസ്പർശിയായ ഒരറിവും ഇല്ല. ചിന്തിച്ചോക്ക്. ഒരാത്മസ്പർശിയായ ഒരറിവുമില്ല മനുഷ്യർക്ക്. മനുഷ്യരെല്ലാം മനുഷ്യരാണെന്നൊരു ബോധം പോലും ഇന്ന് മനുഷ്യർക്കില്ല. മനുഷ്യരൊക്കെ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ് എന്നൊരറിവില്ല. അതാണല്ലോ വലിയ അറിവ്. നിങ്ങളത് ചിന്തിച്ചോക്ക്. എത്ര കോടി മനുഷ്യരെയാ കൊന്നത്. ഈ ശാസ്ത്രങ്ങളെല്ലാം വരുന്ന നാട്ടിൽ നിന്നാണ്. ഈ ശാസ്ത്രങ്ങളെല്ലാം, യുദ്ധം സ്വാഭാവികമാണ്, പക്ഷെ ഈ ശാസ്ത്രങ്ങളെല്ലാം വരുന്ന നാട്ടിൽ നിന്നാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത്. 4 കോടി ജനങ്ങളെ കൊന്നു. 4 കോടി ജനങ്ങളെ കൊന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ. 12 കോടി ജനങ്ങളെ കൊന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ. നിങ്ങളത് ചിന്തിച്ചു നോക്ക്. എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. യുദ്ധം സ്വാഭാവികമായി ഉണ്ടാവും, പക്ഷെ നഷ്ടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ജനതയും അധ്വാനിക്കുക. നഷ്ടം മനുഷ്യന്റെ മനസ്സിനെ മാറ്റും. ഹൈന്ദവ വേദമനുസരിച്ച് കുരുക്ഷേത്ര യുദ്ധമുണ്ടായി. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ പഞ്ചപാണ്ഡവന്മാർക്ക് അധികാരം കിട്ടണം. അധികാരം കിട്ടി, പക്ഷെ അവർ അധികാര കസേരയിൽ ഇരുന്നില്ല. അവർക്ക് ശത്രുപക്ഷത്ത് നിന്ന് മരിച്ചുപോയ ആളുകളുടെ ആ മരണമോർത്ത് വ്യഥയായി. പിന്നെ അവർ കാട്ടിലേക്ക് പോയി. അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളത് ആലോചിച്ച് നോക്ക്. മനസ്സിലായില്ല? ഭരണപരമായ ഒരു നിലയ്ക്ക് കുരുക്ഷേത്ര യുദ്ധം എന്നാൽ അടിസ്ഥാന രാഷ്ട്രീയമാണ്. ലോകത്തെ ഏത് കാലത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രശ്നത്തിന് അടിസ്ഥാന രാഷ്ട്രീയമായിരിക്കും എന്നും. പണ്ട് കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നത്തിന്റെ ക്ഷീണം വളരെ ചെറുതായിരിക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് ഇതിലാണ് എന്ത് കുരുക്ഷേത്ര യുദ്ധം അവസാനിക്കുന്നത്. ഇതാണ് ഹിന്ദുവിന് കിട്ടുന്ന മെസ്സേജ്. അതായത് ശത്രുവിനെ കൊന്ന് നീ ജയിച്ചിട്ട് നിനക്ക് എന്ത് കാര്യം എന്നാണ് എന്ത് ഗീതയുടെ സന്ദേശം. ശത്രുവിനെ കൊന്ന് നീ ജയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് ഗീത വായിച്ച ഹിന്ദുക്കളെല്ലാം മനുഷ്യ സ്നേഹികളായി. ഇന്ന് ഹിന്ദുക്കൾ ഗീത വായിക്കണില്ല, അവർ യൂറോപ്പിനെയാ വായിക്കുന്നത്. ഹിന്ദു അങ്ങനെ തന്നെയാ, മുസ്ലിം അങ്ങനെ തന്നെയാ, ക്രിസ്ത്യാനി അങ്ങനെയാ. അവർ വായിക്കുന്നത് എന്തിനെയാ? യൂറോപ്പിനെയാ. അപ്പൊ കൊല്ലാനൊരു മടിയില്ലേ? എന്താ ഗീതയിലെ സന്ദേശം? യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞപ്പോൾ ഇവർ അസ്വസ്ഥരാണ്. ആര്? യുദ്ധത്തിന് നേതൃത്വം കൊടുത്തവർ. എന്തുകൊണ്ട്? അനവധി ആള് മരിച്ചുപോയി. ഇനി നമ്മൾ അധികാരത്തിൽ ഇരുന്നാൽ എന്ത് കാര്യം? ഇത്രയും ആളുകളൊക്കെ മരിച്ചിട്ട് നമ്മൾ സിംഹാസനത്തിൽ കയറി ഇരുന്നിട്ട് എന്ത് കാര്യം? അവരെല്ലാം ഉപേക്ഷിച്ചു, പിന്നെ കൈലാസം തേടിപ്പോയി. ഇതാണ് ഗീതയുടെ അവസാനത്തെ മെസ്സേജ്. ഇത് ആയിരക്കണക്കായ കൊല്ലങ്ങൾ വായിച്ചു ആര്? ഇവിടുത്തെ ഹിന്ദുക്കൾ വായിച്ചു. അപ്പോൾ അവരെന്ത് മനസ്സിലാക്കി? ഒരാളെയും കൊല്ലരുത്, ആരും ശത്രുവല്ല, ശത്രുവിനെ കൊന്നിട്ട് ഒന്നും നിനക്ക് കിട്ടാനില്ല. ആ ഗീത വായിക്കൽ ഹിന്ദുക്കൾ അവസാനിപ്പിച്ചു. അന്ന് ലോകത്തെ ജനങ്ങൾ മുഴുവനും ഹിന്ദുക്കളെ തേടി വന്നു. എന്തുകൊണ്ട്? ഒരു വിശാല മനസ്സുള്ളവരാണ്. അവര് സംരക്ഷിക്കും, അവര് ഫൽസിക്കൂല,
അവർ ഹിംസിക്കൂല, അവർ സംരക്ഷിക്കുന്നവരാണ്. എന്തുകൊണ്ട്? അവർക്ക് ഗീത അറിയും. അറബ് പണ്ഡിതന്മാർ വന്ന് ഗീതയെ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തി. പേടിക്കേണ്ടയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്താ പറയുക, ജെറൂസലേമിലെ ക്രിസ്തീയ പാതിരിമാരും ജനലക്ഷങ്ങൾ കാത്തുന്നു. നേതാവ് വരുന്നുണ്ട്. ഏതാണ് ഈ നേതാവ്? അവരുടെ ശത്രുവിന്റെ നേതാവ്. എന്തേ? ആ നേതാവ് നീതിമാനാണ്. ഇവിടുന്ന് യൂറോപ്പിൽ നിന്ന് പഠിച്ച ആളല്ലേ ഉമർ, മദീനത്ത് നിന്ന് പഠിച്ച ആളാണ്. യുദ്ധമുണ്ടായില്ലേ? സ്വാഭാവികമാണ്. പക്ഷേ നീതിയാണ് പ്രധാനം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നീതിയാണ് പ്രധാനം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. നിങ്ങൾ വന്ന് പറഞ്ഞു പോയതാണ്. ഞാനത് പറഞ്ഞു പോയതാ, കഴിഞ്ഞില്ല. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ പഠിക്കേണ്ടത് ആധുനികതയുടെ നഷ്ടമാണ്. നിങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് ആധുനികതയുടെ നഷ്ടമാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആധുനികത പഠിച്ചാലുണ്ടാവുന്ന നേട്ടമാണ് പറഞ്ഞു കൊടുക്കുന്നത്. യൂറോപ്പിന് ഹൃദയമില്ല. യൂറോപ്പിന് പഠിച്ചിട്ടൊന്നും കിട്ടാനില്ല. നമ്മുടെ മതരംഗം എപ്പോഴാണ് നശിച്ചത്? യൂറോപ്പിനെ പഠിച്ചപ്പോൾ. മൂപ്പളമില്ലാതെയായി, അതബില്ലാതെയായി, ഒരു സ്നേഹമില്ലാതെയായി, പണ്ഡിത സ്നേഹമില്ലാതെയായി, ബഹുമാനമില്ലാതെയായി, ഒന്നുമില്ലാതെയായി. പണ്ട് എന്തൊരു ബഹുമാനാണ് ഒരു ഗുരുവിനോട്. തൻ്റെ ഗുരുവല്ലെങ്കിൽ പോലും അത് ആരുടെയോ ഗുരുവാണ്, ഭയങ്കര പേടിയാ അല്ലേ? ആണോ അല്ലേ? പറ. ബഹുമാനാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ സ്ഥാപനത്തിലെ ചില ഉസ്താദന്മാർ എന്നോട് വന്ന് പറഞ്ഞു, ചില കുട്ടികളെ വിളിച്ചുപദേശിക്കാം, അവർ ചില ഉസ്താദന്മാരെ കളിയാക്കുന്നവരാണ്. അവർ മുതിർന്ന കുട്ടികളാണ്. അവർ വേറെ ചില ഉസ്താദന്മാരെ കളിയാക്കും. ഉസ്താദന്മാരെ കളിയാക്കുക, ഉസ്താദന്മാരെ കുറിച്ച് കളിയാക്കിയ വാക്കുകൾ മറ്റു കുട്ടികൾക്കിടയിലും മറ്റും സംസാരിക്കുക. ഇതെന്നോട് ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ സ്ഥാപനത്തിൽ പോലും അങ്ങനെ. എവിടേക്കാ ലോകം പോയത്? ഒരു സ്ഥാപനത്തിൽ ഉസ്താദന്മാരാകുമ്പോൾ, പ്രത്യേകിച്ച് കോളേജ് സംവിധാനമാകുമ്പോൾ, ഇവരൊക്കെ ഈ കളിയാക്കുന്നവരും ഗുരുനാഥന്മാർ തന്നെയാണ്. കാരണം മാറി മറിഞ്ഞും വരുമല്ലോ വിഷയങ്ങൾ. അപ്പൊ ഇവരൊക്കെ ഉസ്താദന്മാരായി വരുമല്ലോ. ചില ആളുകളെ ഇഷ്ടമാണ്, ചില ആളുകളെ ഇഷ്ടമല്ല. അപ്പൊ ഇഷ്ടമില്ലാത്തവരൊരു കളിയാക്കും. ഗുരുവിനെ കളിയാക്കുക ഗുരു നിന്ന ദൈവനിന്നയാണ്. ഇത് ആയിരക്കണക്കായ കൊല്ലങ്ങൾ ഹിന്ദുക്കൾ ചെയ്യാത്തതാണ്. ഇത് ഖുർആന്റെ ആളുകൾ ഇന്ന് ചെയ്യാണ്. എന്തവർക്ക് പറ്റിയ കുഴപ്പം? ഇവർ യൂറോപ്പിനെ വിളങ്ങിയതാ കാരണം. ആണോ? അല്ലേ? അല്ലേ? സത്യല്ലേ? ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. ഒരു വാക്ക് പറഞ്ഞപ്പോൾ 3 കൊല്ലം കാത്തുനിന്നു. ഗുരുനാഥൻ പറഞ്ഞു. ഗുരുനാഥനായിട്ടില്ല, ഗുരുനാഥനാകാൻ വേണ്ടി ഒരാളെടുത്ത് പോയി. അപ്പോൾ നീ ഇവിടെ ഇരുന്നു പറഞ്ഞു. പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. ഗുരു അറിവ് കൊടുക്കുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 3 കൊല്ലം അറിവിന് വേണ്ടി, ഒരറിവിന് വേണ്ടി കാത്തുന്നത് എത്രയാ? 3 കൊല്ലം. അറിവിന് വേണ്ടി കാത്തുനിന്ന്, ഒരറിവിന് കാത്തുനിന്ന് 3 വർഷം. ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. ആ അറിവ് കിട്ടിയപ്പോഴോ അത് മുബാറക്കായ അറിവാ. ആ അറിവിന് വേണ്ടി ഈ ഗുരുവിനെ ബഹുമാനിച്ച് ആ ഗുരുവിന്റെ ഒരു വാക്കിന് വഴിപ്പെട്ട് കാത്തുന്നത് എത്രയാ? 3 കൊല്ലം. അള്ളാഹു ഫതഹാണ് ചെയ്തു. ആ മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ആയത്. ബാക്കി ആര് തുറന്നു? അള്ളാഹു തുറന്നു. നീ അള്ളാഹിനെ പേടിച്ചാൽ മതി, അള്ളാഹു നിനക്ക് തുറന്നു തരും. ഒരു വാക്ക് ഉസ്താദ് പറഞ്ഞു കൊടുത്തപ്പോഴത്തിന് ലോകം മുഴുവനും കുട്ടികളുടെ കൽബിൽ കയറി. എന്തേ? അള്ളാഹുവിന് ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ഈ കുട്ടി ഗുരുനാഥന്റെ ഒരു വാക്കിന് വേണ്ടി 3 വർഷം കാത്തുന്നതാ. അവിടുന്ന് അപ്പൊ എവിടെ എത്തിയത്? ഗുരുവിനെ കളിയാക്ക കുട്ടികൾ.
മഹദി മാമ എന്താ വരാത്തത്? എനിക്കിങ്ങനെ തോന്നി മഹദി മാമനോട് കത്തേക്കേണ്ടി വരും. നിങ്ങളൊന്നും ഇനിയും വരുന്നില്ല, നിങ്ങൾ വരണ്ടട്ടാ, ഞങ്ങൾ മൈസറിന്ന് കാണാം. അങ്ങനെയും പറയേണ്ടി വരും ചിലപ്പോൾ. അവിടേക്ക് ലോകത്തി കഴിഞ്ഞു, ഒരു നന്മയില്ല. വിദ്യാഭ്യാസമുണ്ട്, നന്മയില്ല. യോഗ്യതയുണ്ട്, ഇംഗ്ലീഷ് അറിയും, മനറിയില്ല. ഇംഗ്ലീഷ് അറിയും, പാപ്പാനറിയില്ല. തടിച്ച വലിയ വലിയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ മനപ്പാടുണ്ട്, സ്വന്തം പാപ്പാനറിയില്ല. അച്ഛൻ മരിച്ചു, അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു. CCTV കണക്ട് ചെയ്തിട്ടുണ്ട് മൊബൈൽ. അയാൾ കാനഡയിലേക്ക് പോയി. കാനഡയിൽ അയാൾക്ക് എന്തുണ്ട്? അയാൾ വാഷിങ്ടണിലാണ്, കാനഡയിലേക്ക് പോയി. കോട്ടയത്ത് അച്ഛൻ മരിച്ചു. അപ്പോൾ വേഗം എന്ത് ചെയ്തു? ഇവന്റ് മാനേജ്മെന്റിനെ ബുക്ക് ചെയ്തു. വേണ്ടത് പോലെ ചെയ്യണം. അവർ ബാൻഡും കൊണ്ടും ബാൻഡ് വാദ്യങ്ങൾ കൊണ്ടും നല്ല നല്ല കറുത്ത കുപ്പായമിട്ട നല്ല മനസ്സിലായില്ലേ എക്സ്പെർട്ടുകളെയും കൊണ്ട് വന്നു. കുറേ ആളുകൾ ദുഃഖിച്ചു, കുറേ ആളുകൾ കരഞ്ഞു. ഈവന്റ് മാനേജ്മെന്റിൽ പെട്ടതാണ് എന്ത്? അച്ഛൻ മരിച്ചു. അപ്പോൾ മക്കൾ ഇവിടെ ഇല്ല. ഒരാൾ ജനീവയിലാണ്, ഒരാൾ ഫ്രാങ്ക്ഫർട്ടിലാണ്, ഒരാൾ വാഷിങ്ടണിലാണ്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തു? 3 ആളും അങ്ങോട്ടും മെസ്സേജ് കൊടുത്തു, നമുക്ക് അച്ഛൻ മരിച്ചിട്ടുണ്ട് കോട്ടയത്ത്, എന്താ വേണ്ടത്? നമുക്ക് ഇവന്റ് മാനേജ്മെന്റിൽ ഏൽപ്പിക്കാം. അത് ഏൽപ്പിച്ച പോരാ, കൃത്യമായി ആക്ട് ചെയ്യാവുന്നതിൽ ഏൽപ്പിക്കണം. അപ്പോൾ പറഞ്ഞു, മറ്റവൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ചെയ്ത അവരെ നല്ല ടീമാണ്, അവരെ എന്താണ് അവരുടെ കരച്ചിലിന് ഒറിജിനാലിറ്റി ഉണ്ട്, എന്നാൽ അവരെ ഏൽപ്പിക്കാം. എത്രയും നിങ്ങൾക്ക്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 1.5 ലക്ഷം ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഒറിജിനാലിറ്റി വേണം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അത്രയും ഒറിജിനലായി കരയുന്നവരെ ഞങ്ങൾ വെക്കൂ. ഞങ്ങൾ കമ്പനിക്ക് അങ്ങനെയാണ്. ഞങ്ങൾ കമ്പനി അല്ല, മറ്റ് കമ്പനികൾ 70,000 90,000 ഇവിടെ ആളെ കിട്ടും. പക്ഷെ അവർക്ക് ഞങ്ങളെ ക്വാളിറ്റി ഇല്ല. ഞങ്ങളെ ചില എക്സ്പെർട്ടുകളുണ്ട്, അവർ കരഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവരെ നാട്ടുകാരെ സ്വീകരിക്കുന്നതും മറ്റുമൊക്കെ ആര് സ്വീകരിച്ചു? ഇവരെ പ്രതിനിധികൾ അവർ കരഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. കരയുന്ന ഒരു ബാൻഡ് സംഗീതങ്ങൾ, ബാൻഡ് വാദ്യങ്ങൾ, ഇതൊക്കെ മലബാറിൽ അടുത്ത് വരാൻ പോവാണ്. മലബാറിൽ അടുത്ത ദിവസം അത് വരും. ഇവന്റ് മാനേജ്മെന്റ് എല്ലാം നല്ല വസ്ത്രമിട്ട ആളുകൾ വന്ന്, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, സ്ത്രീകളെ നിർത്താൻ, അങ്ങനെ ഇതെല്ലാം വളരെ വൃത്തി, നല്ല കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അവർ പറക്കുന്നതിനിടയിൽ ഇറങ്ങിയാൽ ഉടനെ ഏട്ടൻ അനുജനെ കുത്തി മെസ്സേജ് വന്നു, ലൈക്ക് ഇറ്റ്. അച്ഛന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ച നല്ല ടീമാണ്. നിങ്ങളെന്താ വിചാരിച്ച് എനിക്ക് ഭ്രാന്താണെന്ന്? ഇതൊക്കെ മലബാറിൽ, ഇതൊക്കെ ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്, ലോകത്തെവിടെയും നടക്കുന്നുണ്ട്. ഏതോ ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ നടക്കുന്നുണ്ടാവില്ല. എന്തുകൊണ്ട്? അവർക്ക് യൂറോപ്യൻ വിദ്യാഭ്യാസമില്ല. മലബാർ ഇത് തന്നെയാവും. ഇതെല്ലാം അങ്ങനെ തന്നെ. ആലിമിലെല്ലാം മരിച്ചു, മക്കളൊക്കെ ജനീവയിലും ആഫ്രിക്കയിലും അവിടെ ഇവിടെ. ആലിമിലെല്ലാം മയ്യത്ത് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും. മനുഷ്യൻ ഇതന്നെ, ഇത് സത്യമാണ് ഞാനീ പറയുന്നത്. ആധുനികത കാപട്യമല്ലാതെ, കാപട്യം എങ്ങനെ ഒറിജിനലായി അവതരിപ്പിക്കാം എന്നതിനുള്ള പഠനത്തിനാണ് യൂറോപ്യൻ പഠനം എന്ന് പറയുന്നത്. കാപട്യം ഒറിജിനലായി അവതരിപ്പിക്കുക. ആക്ടാണ്. ഒരു ആക്ടർ എപ്പോഴാണ് ഏറ്റവും നല്ല ആക്ടർ ആവുക? അച്ഛൻ മരിക്കുന്ന രംഗത്ത് അയാൾ അവതരിപ്പിച്ച ആ മകന്റെ ആ ഒരു അവതരണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അയാളുടെ അച്ഛനാണോ മരിച്ചത് എന്ന് റിയാലിറ്റി. അതിന് ആ വർഷത്തെ ഏറ്റവും വലിയ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കൊടുത്തു. ഭയങ്കര
ഭയങ്കര ആക്ടാണ്. ഈ ആക്ടനല്ലേ എല്ലാവർക്കും. എങ്ങനെ ആക്ട് ചെയ്യണമെന്നാണ് ആധുനികത നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒക്കെ ആക്ടാണ്. അന്ത്യനാളെടുക്കുമ്പോൾ രണ്ട് മുഖമുള്ളവരായിരിക്കും ജനങ്ങളെല്ലാം എന്ന് മുഹമ്മദ് മുസ്തഫ. ആക്ട്, ഒക്കെ ആക്ട്. എല്ലാം ആക്ട്, എല്ലാം ആക്ട്. ഭാര്യക്ക് വേറെ ആളുണ്ട്, ഭർത്താവിന് വേറെ ആളുണ്ട്. ഒരു കണ്ടുമുട്ടുമ്പോൾ പ്രിയേ, നിന്നെ ഞാൻ വിട്ടുപിരിഞ്ഞപ്പോൾ എത്രയാണ് എനിക്ക് വന്നത് ബുദ്ധിമുട്ടുകൾ. നിന്നെ കാണാതെ എങ്ങനെയാണ് ഞാൻ ഇത്രയും ദിവസം കഴിച്ചു കൂട്ടിയത്. മെസ്സേജ് അയച്ച് ലണ്ടനിലെ മെസ്സേജ് അയക്കണ്. നിന്നെ ഓർത്ത് എനിക്ക് എന്റെ രാവ് പകലുകൾ ഞാൻ ആലോചിക്കാണ്. ഓനോളം ആലോചിച്ചില്ല, വേറെ ഒരാളൊപ്പം കിടന്നുറങ്ങാണ്. ചിലപ്പോ കരയുന്നത് സെൽഫി എടുത്തിട്ട് അയച്ചു കൊടുക്കാം. ഓളും അപ്പോൾ വേറൊരു ഹോട്ടൽ മുറിയിലാണ് വേറൊരുത്തരൊപ്പം. അവൾ ഇങ്ങോട്ട് അയച്ച്, എന്ത് നിങ്ങൾ കൂടെയുള്ള ജീവിതം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഞാൻ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് നോക്കി നിൽക്കണം. അപ്പോൾ ഞെട്ടിച്ചാടും. എന്തുകൊണ്ട്? ലണ്ടനിൽ വന്നിറങ്ങിയ പ്രശ്നമാണ്. അപ്പോഴോ എന്ത് പറയും? ഇപ്പോൾ ഈ സീസൺ ലണ്ടൻ വന്നില്ല. ലണ്ടനിൽ ഇപ്രാവശ്യം ജലദോഷം കുറച്ച് കൂടുതലാണ്. എല്ലാ ആക്ടാണ്, ഒക്കെ ആക്ട്, എല്ലാം ആക്ട്. എങ്ങനെ ഭംഗിയായി ആക്ട് ചെയ്യണം എന്നാണ് പഠിപ്പിച്ചത് ആധുനികർ. കളവ് എങ്ങനെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയും, അങ്ങനെയാണ്. അതിനാണ് ആധുനികത എന്ന് പറയാ. ഞാൻ പറഞ്ഞ് അവിടെ എത്തിപ്പോയതാണ്. ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്തുകൊണ്ട്? അവർ മറ്റു കിണറുകളെ ആശ്രയിച്ചവർ അവർക്ക് ആശ്രയിക്കാം. അവർക്ക് സമയമുണ്ട്. നമ്മുടെ സമയം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി. ആണോ അല്ലേ? അതന്നെ. ചോറ് കറി ഇത് രണ്ട് നമ്മളെ ഗ്രാമത്തിൽ പ്രചാരത്തിലുള്ളെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് സമയം ബാക്കി കിട്ടും. തൊട്ടടുത്ത ഗ്രാമവാസികൾ എരിശ്ശേരി കണ്ടുപിടിച്ചു. അത് നമ്മളെ ഗ്രാമത്തിലെത്തിയപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടി പണി കൂടി. വേറൊരു ഗ്രാമവാസികൾ പുളിശ്ശേരി കണ്ടുപിടിച്ചു. അതും കാലക്രമേണ നമ്മളെ നാട്ടിലെത്തി. അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾക്ക് പിന്നെയും പണി കൂടി. കുറെ കഴിഞ്ഞപ്പോൾ ചമ്മന്തി കണ്ടുപിടിച്ചു. അപ്പോൾ പണിയായി. പിന്നെ കാരക്കച്ചാർ കണ്ടുപിടിച്ചു. അച്ചാറ്, വിവിധങ്ങളായ അച്ചാറുകൾ. അപ്പൊ നേരെ ഇല്ലാതെയായി. എന്താ അതുകൊണ്ടൊക്കെ ഉണ്ടാവാൻ പോണത്? അൽഹംദുലില്ലാ എന്ന് പറയാ അല്ലേ? ഇതൊക്കെ തിന്നണീക്കുമ്പോ ഒരു അൽഹംദുലില്ലാ എന്ന് പറയാ അല്ലെ? പറ, ഒരു അൽഹംദുലില്ലാ, റാഹത്തായി. പണ്ട് ഇവിടെ ഇതൊന്നുമില്ല. അക്കാലത്തും അവര് തിന്നണീക്കുമ്പോ സന്തോഷം, നല്ലൊരു ഭക്ഷണം. പെണ്ണേക്ക് അരമണിക്കൂർ പണിയോണ്ട് നല്ല ഭക്ഷണം കിട്ടി. ഇന്നോ പെണ്ണേക്ക് പണി പുറത്തിട്ട് കഴിയാത്തോണ്ട് ചില സാധനങ്ങൾ അവര് വരുത്താണ്. മറ്റേ ബാക്കിൽ കറുത്ത പെട്ടി തൂക്കി പോണ ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളൊന്നും പുറത്തിറങ്ങാറില്ലേ? അതിലെന്താ ഉള്ളത്? അതിൽ ഞാൻ വീട്ടിലേക്കുള്ള പുളിയച്ചാറുണ്ട്. അങ്ങോട്ട് പോവാണ്. 35 കിലോമീറ്ററിനാണ് പുളിയച്ചാർ കൊണ്ടിരുന്നത്. ഹോം ഡെലിവറി. ഞങ്ങൾ വന്ന് മുറ്റത്തിറങ്ങി, ഇതാ പെട്ടി തുറന്നു, ഇതാ ഒരു അച്ചാറിന്റെ പാക്ക്. എവിടുന്നാ കൊണ്ടുവരുന്നത്? മഞ്ചേരി വരിക. 35 കിലോമീറ്റർ അപ്പുറത്താണ് പുളിയച്ചാറും കൊണ്ടിരുന്നത്. ആണോ അല്ലേ? സത്യല്ലേ? ഭക്ഷണത്തിന് എല്ലാവരും ആളുകളെത്തി. പക്ഷെ പുളിയച്ചാറിന്റെ ആളെത്തിയില്ല. അവന് ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അസ്വസ്ഥതയാണ്. ഭാര്യ, പെണ്ണിന്, എല്ലാവരും, കുട്ടികൾക്കും മോൾക്കും വലിയ അസ്വസ്ഥത. നമ്മൾ എന്തെടുത്തൊടിച്ച് കൊടുക്കുക? പുളിയച്ചാർ എത്തിയില്ല. അത് പുളിയച്ചാറും കൊണ്ട് മോട്ടോർ സൈക്കിൾ വന്ന് മുറ്റത്തെത്തിയപ്പോൾ 2-2:30 മണി കഴിഞ്ഞ്.
അപ്പോഴാണ് പുളിയച്ചാറെത്തി. ഓ ഇനി ഭക്ഷണം വിളമ്പ. ഓ മറ്റേ ആളെത്തി. ഓ ഇത് സത്യമാണോ അല്ലെങ്കിൽ പറയും? ചിന്തിക്ക്. ആ അച്ചാർ കഴിച്ചാൽ നിന്റെ കുടല് പോവും. എന്തുകൊണ്ട്? എന്നോട് പറഞ്ഞു അച്ചാർ കുട്ടികളെ കഴിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട വൈദ്യര് പറഞ്ഞു എന്നോട്. എന്തുകൊണ്ട്? ബാറ്റിൽ ഒഴിക്കുന്ന വെള്ളമാണ് അച്ചാറിൽ ഒഴിക്കുന്നത്. ഒരു ഉപ്പിലിട്ട സാധനം ഉപ്പ് പിടിക്കണമെങ്കിൽ എത്ര ദിവസം വേണം? എന്തെങ്കിലും മനസ്സിലാക്കട്ടെ. എന്താ ബുദ്ധിയില്ലേ? അതല്ലാതെ കുട്ടികൾക്ക് വേണ്ട. ഒരു ഉപ്പിലിട്ട സാധനം ഉപ്പിൽ പിടിക്കണമെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മളെ പരിയിലൊക്കെ പഴയ കാലത്ത് ഉപ്പിലിടുമല്ലോ. പിറ്റേന്നോ അതിന്റെ കൈയിടാൻ തുടങ്ങിയാൽ ഉമ്മ എന്താ പറയും? മിന്നാണല്ലോ ഇട്ടിട്ടുള്ളൂ, ഒരാഴ്ചയെങ്കിലും കഴിയണ്ടേ? ഒരാഴ്ച എടുക്കൂല, 1-1.5 മാസം കഴിഞ്ഞിട്ട് ഇത് ചീഞ്ഞു. മനസ്സിലായില്ല? തൊലി പൊട്ടും. മാങ്ങ ഉപ്പിലിട്ടത് ഓർമ്മല്ലേ? ഇതിന്റെ തൊലി പൊട്ടും. ആ സമയത്ത് അത് എടുത്ത് എന്താ അതിന്റെ രസം അല്ലേ? എല്ലാ ദിവസം ഈ റോഡ് സൈഡിൽ ഉപ്പിലിട്ട് വെക്കുന്നുണ്ടല്ലോ. എങ്ങനെ ഉപ്പയ്മ പിടിക്കണം? നല്ല ഉപ്പുണ്ടാനോ? ഇത് ഉപ്പല്ല കുട്ടി, ഇതെന്താണ്? ഇത് കെമിക്കലാണോ? ആസിഡ് പോലത്തെ കെമിക്കലുകൾ. ഇതൊക്കെ എന്റെ വയറ്റിലേക്ക് കയറിയ എന്തുണ്ടാവും? ക്യാൻസർ ഉണ്ടാവും. ക്യാൻസർ ഉണ്ടായ ഓർക്ക് എന്താ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? ഇതല്ലേ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പരിസരത്തൊക്കെ വിൽക്കുന്നത്? ഇതല്ലേ കുട്ടികൾ വാങ്ങി കഴിക്കണത്? ഇതെവിടുന്ന് ഉണ്ടായത്? ഇതെവിടുന്ന് ഉണ്ടായത്? ഈ കെമിക്കൽ യൂറോപ്പിൽ നിന്നല്ലേ വന്നത്? അവിടുന്ന് എന്തില്ല, അവർക്ക് ലാഭം വേണം, അത്രേ ഉള്ളൂ. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. ആധുനികത എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടമാണ്, തനി കാപ്പട്യമാണ്, തനി നഷ്ടമാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഭാഗ്യവാന്മാർ. ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ജനങ്ങൾ നമ്മളാണ് ഈ ലോകത്ത്. ഇനി 2025 ഒരു ജനത ജനിക്കുന്നുണ്ടെങ്കിൽ അവരാണ്, 2030 അവരാണ്, 2040 അവരാണ്. ഇതന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് ആവശ്യം തന്നെയാണ് എന്ത്? നിങ്ങളെ തലയേക്ക് ചില യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുക. അതെൻ്റെ ആവശ്യം. അപ്പം അവരെന്തൊരു ജനതയാണ്, അവർക്കൊന്നുമില്ല, അവർക്ക് പ്രയാസമൊന്നുമില്ല. ബിരിയാണിയും ചോറുമാണോ ഉച്ചക്ക്? അല്ല, കാരക്കും കുറച്ച് വെള്ളം, ചിലപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി പച്ചവെള്ളത്തിലിടും, ആ പച്ചവെള്ളം ഉണക്കമുന്തിരിയും കഴിക്കും. ചിലപ്പോൾ ഗോതമ്പ്, ആ ഗോതമ്പിൽ ഈത്തപ്പഴം ഇട്ടിട്ട് തിളപ്പിക്കും, വൈകുന്നേരം അത് കഴിക്കും. 10 മിനിറ്റ് പണിയില്ല. ഒരു പൊരയിൽ 25 ആളും 35 ആൾക്കും 100 ആൾക്കും ഭക്ഷണം ഉണ്ടാക്കാൻ 10 മിനിറ്റ് വേണ്ട. ചിലപ്പോൾ ബാർലിയിൽ ഈത്തപ്പഴം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കഴിച്ചു നോക്ക്, എന്താ അതിൻ്റെ ഭംഗി. എടുത്തു വെച്ചു, എന്നിട്ട് ശുദ്ധമായ കാട്ടുതേൻ ഉണ്ടാവും. ഇന്നത്തെ പെട്ടിത്തേനല്ല, ഒറിജിനൽ കാട്ടുതേൻ, തേൻ തന്നെ. ഇത് ചൂടാറിയതിനു ശേഷം ആ തേനയിൽ ഒഴിക്കും. ഇതിന് നല്ല ഭക്ഷണം ലോകത്തെന്താ? അതവർക്ക് 10 മിനിറ്റ് വേണ്ട ഉണ്ടാക്കാൻ. നമ്മൾ രാവിലെ വെളുപ്പിന് 4 മണിക്ക് തുടങ്ങാണ് ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ. എന്നിട്ട് എന്താ ഉണ്ടാക്കിയത്? മുഴുവനും ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതും ക്യാൻസർ ഉണ്ടാക്കുന്നതുമായ ഭക്ഷണം. ഇതെല്ലാം കൂടി ഇല്ലെങ്കിൽ നമുക്കത് എടുത്തു വെക്കാൻ പറ്റൂല. എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് റാഹത്തുമില്ല, നമുക്കൊട്ട് സമയമില്ല, ഒരു ഖുർആനോടാൻ നേരമില്ല, ഒരു നല്ലത് പഠിക്കാൻ നേരമില്ല. സത്യല്ലേ? ഇത്രയും സാധനങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ പൈസ വേണം. അല്ല നിനക്ക് പൈസ കിട്ടൂല, അപ്പൊ കുറച്ചൊക്കെ കൈക്കൂലി വാങ്ങേണ്ടി വരും, നടക്കൂല. അല്ലേ? സത്യല്ലേ? മര്യാദയ്ക്ക് ഒരു കുടുംബത്തിൽ കഴിയണമെങ്കിൽ എന്ത് വേണം? ഒരു പൊരയിൽ പട്ടിണി കിടക്കണമെങ്കിൽ, ഒരു പൊരയിൽ പട്ടിണി കിടക്കണമെങ്കിൽ പോലും ആ പൊരയിൽ ഒരു മാന്യമര്യാദയ്ക്ക് ഒരു 1000 ഉറുപ്പിക എടുത്ത് വെക്കണം. എൻ്റെ മറ്റേ കോളേജിൽ നിന്ന് ആൾ വന്നു,
അപ്പോൾ മറ്റേ കോളേജിൽ നിന്ന് ആൾ വന്നു, മറ്റേ എത്തിങ്ങാനിൽ നിന്ന് ആൾ വന്നു. നബിയുടെ കാലത്ത് എത്തിങ്ങാനി ഇല്ല, കോളേജും ഇല്ല. അതുകൊണ്ട് അവർക്ക് 1000 റുപ്യൻ്റെ ആവശ്യം ഇല്ല. സ്വർഗ്ഗം എല്ലാവർക്കും കിട്ടി, കോളേജില്ല. നബി കണ്ടവർക്ക് നബി പറഞ്ഞു കൊടുക്കും. പിന്നെ കണ്ടൊരു കണ്ടാൾ വേറൊരാൾ കണ്ട ആൾ പറഞ്ഞു കൊടുക്കും, വലിയ അന്യ വലോ ആയ ഒരായത്തെങ്കിലും ഞാൻ പഠിപ്പിച്ച് നിങ്ങൾ വേറൊരാൾക്ക് പഠിപ്പിക്കണം. ഒരു ശമ്പളമില്ല, മാസപ്പടിയില്ല, ഒന്നുമില്ല. സത്യമല്ല ഞാനീ പറഞ്ഞു. ഓക്കെ, അവരെന്തൊരു ഭാഗ്യവാന്മാരാ, എന്തൊരു സന്തോഷം. ലോകത്തെ നിർഭാഗ്യവാന്മാർ നമ്മളാണ്. നമ്മളെക്കാൾ നിർഭാഗ്യവാന്മാർ ആരാണ്? നമുക്ക് ശേഷമുള്ള ജനതയല്ലാതെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ. നാളെ വിശദീകരിക്കും. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കയറിപ്പോയതാണ്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك. لقد دعوناك فأجبنا يا الله يا حي يا قيوم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار. يا عزيز يا غفار برحمتك يا أرحم الراحمين.